ഗവർണർ സ്ഥാനം ഒഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാനോട് പിണക്കമാണ് സർക്കാരിന്. ഔദ്യോഗികമായി സംസ്ഥാനം വിടുമ്പോഴും സർക്കാരിന് അനിഷ്ടം തുടരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ കാണാൻ എത്തിയില്ല. സൗഹൃദ സന്ദർശനത്തിന് പോലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറായിട്ടുമില്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ വച്ചിരുന്നു. ഷഫീദ്, ഔദ്യോഗിക ദുഃഖാചരണമാണ്, അതുകൊണ്ട് ഔദ്യോഗിക യാത്രയപ്പില്ല എന്ന് പറയുന്നത് സെൻസിബിളാണ്. പക്ഷെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്ന് അൺഒഫീഷ്യലി പോലും പോയി കാണാതിരിക്കുന്നത് ആ പിണക്കം കട്ടിക്ക് പിണക്കമായിട്ട് തന്നെ തുടരുക അല്ലേ ഷഫീദ്? അശ്മി, ഗുഡ് മോർണിംഗ്. ഉറപ്പായിട്ടും അതല്ലാതെ മറ്റ് കാരണങ്ങൾ അക്കാര്യത്തിൽ നമുക്ക് പറയാനില്ല. കാരണം ഔദ്യോഗികമായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ദുഃഖാചരണത്തിന്റെ ഭാഗമായി 7 ദിവസം രാജ്യമാകെ ദുഃഖം ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഔദ്യോഗിക യാത്രയപ്പ് വേണ്ടെന്ന് വെച്ചു എന്ന് സർക്കാർ പറയുമ്പോൾ പോലും സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ എത്രമാത്രം അകലത്തിലായിരുന്നു, അവരുടെ മനസ്സുകൾ തമ്മിൽ എത്രമാത്രം അകലത്തിലായിരുന്നു എന്നുള്ളതാണ് ഈ ദിവസവും. അതായത് അവസാന നിമിഷങ്ങളാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായി തുടരുന്ന അവസാന നിമിഷങ്ങളാണിത്. ഇന്ന് 12 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ്. കൊച്ചിയിൽ നിന്ന് അദ്ദേഹം 3:30 കേരളം വിടും, ഡൽഹിയിലേക്ക് മടങ്ങും. പിന്നെ രാജേന്ദ്ര ആർലേക്കറായിരിക്കും സംസ്ഥാനത്തിന്റെ ഗവർണർ. ആ ഒരു സാഹചര്യത്തിൽ അവസാന നിമിഷത്തിലൂടെയാണ് രാജ്ഭവൻ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോഴും തിരുവനന്തപുരത്തുള്ള തലസ്ഥാനത്തുള്ള മുഖ്യമന്ത്രി ഇതുവരെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സന്ദർശിച്ചിട്ടില്ല. അല്ലെങ്കിൽ അനൗദ്യോഗികമായെങ്കിലും ഒരു യാത്ര പറച്ചിലിന്, ഒരു വിടപറച്ചിലിന് അദ്ദേഹം എത്തിയില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. സംസ്ഥാന സർക്കാരും ഗവർണറും എന്തുമാത്രം അകൽച്ചയിലാണ് എന്നുള്ള കാര്യം അത് കൂടുതൽ വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം, ഔദ്യോഗികമായ എല്ലാ പരിപാടികളും വേണ്ടെന്ന് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിമാനത്താവളത്തിൽ പോലീസ് കൊടുക്കാനിരുന്ന ഔദ്യോഗിക ഗാർഡ് ഓഫ് ഓണർ വേണ്ടെന്ന് വെച്ചു. പകരം രാജ്ഭവനിൽ ആ ഗാർഡ് ഓഫ് ഓണർ പോലീസ് നൽകും. സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള ഗവർണർക്ക് രാജ്ഭവനിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഗാർഡ് ഓഫ് ഓണർ നൽകും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നത്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, മുഖ്യമന്ത്രി മന്ത്രിമാരടക്കം തിരുവനന്തപുരത്തുണ്ട്. അവരാരും ഇതുവരെയും ഗവർണറെ ഒന്ന് കാണാൻ വേണ്ടി എത്തിയിട്ടില്ല. പകരം സംസ്ഥാന പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി തുടങ്ങിയ ഉദ്യോഗസ്ഥർ അവരെത്തിയിരുന്നു. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്, പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ എന്നിവർ രാജ്ഭവനിലെത്തി. ഏതാണ്ട് അരമണിക്കൂറോളം ഗവർണറുമായി സംസാരിച്ചു, ആശയവിനിമയം നടത്തി. ആശംസകൾ നേർന്നാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. ഇപ്പോഴും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ജില്ലാ കളക്ടറും രാജ്ഭവനിലേക്ക് പോയിട്ടുണ്ട്, രാജ്ഭവൻ അകത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിനെ അഡ്രസ്സ് ചെയ്ത് ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഏത് വിഷയത്തിലാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അത് കടുത്തത്, എങ്ങനെയാണ് അതിന് തുടക്കം കുറിച്ചതെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ആ ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. പക്ഷേ ഒരു ആക്ടിംഗ് ഗവർണർ അല്ല താൻ, പകരം ഒരു പ്രതിപക്ഷ മുഖം കൂടിയായി പെരുമാറാൻ കഴിയും ഗവർണർക്ക് എന്നുള്ള കാര്യം അത് തെളിയിച്ച ഗവർണറാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിരുദ്ധ നിലപാട്, അതാണ് ഗവർണർ പിണറായി സർക്കാരിന്റെ കരടായി മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നമുക്കറിയാം ഈ കണ്ണൂർ സർവകലാശാലയിലെ നിയമനം നൽകാനുള്ള ഡോക്ടർ പ്രിയ വർഗീസിന് നിയമനം നൽകാനുള്ള തീരുമാനം, അതിൽ ഗവർണർ ഉടക്കിട്ട് നമ്മൾ കണ്ടു. കണ്ണൂർ VC ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം നൽകാനുള്ള സർക്കാരിന്റെ ആഗ്രഹം അംഗീകരിച്ചെങ്കിലും ഗവർണറും സർക്കാരും അകന്നു. അതിനുശേഷം നിയമനം കോടതി കയറുന്ന ഗവർണറും സർക്കാരും വിരുദ്ധ ധ്രുവങ്ങളിലേക്ക് പൂർണ്ണാർത്ഥത്തിൽ മാറുന്നത് നമ്മൾ കണ്ടതാണ്. സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഓരോ സംഭവങ്ങളിലും ഗവർണർ ഇടപെടാൻ തുടങ്ങിയതോടെ ആരിഫ് മുഹമ്മദ് ഖാൻ ജനപ്രീതി ഒരു വശത്ത് നേടി. സ്ത്രീധന പീഡന മരണം അടക്കമുള്ള വിഷയങ്ങളിൽ, സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഗവർണർ പരാതിക്കാർക്ക് അത്താണിയായി മാറുന്നതും നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, ഈ പ്രതിപക്ഷ നേതാവിനേക്കാൾ മുൻപേ പ്രശ്നബാധിത മേഖലയിൽ ഓടിയെത്തിയിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ നിലയ്ക്കും പ്രതിപക്ഷമായി, അങ്ങനെ തീർത്തും ഒരു പ്രതിപക്ഷ മുഖമായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി എന്തുമാത്രം അകൽച്ചയിലാണെന്ന് ഈ അവസാന നിമിഷവും നമുക്ക് ഈ രാജ്ഭവനിലേക്ക് എത്തുന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തുണ്ട്, മറ്റു മന്ത്രിമാരുണ്ട്. പക്ഷെ അവരാരും ഇതുവരെയും രാജ്ഭവനിലേക്ക് എത്തി അനൗദ്യോഗികമായെങ്കിലും അദ്ദേഹത്തിന് ആശംസകൾ നേർന്ന് സംസ്ഥാനത്ത് 5 വർഷത്തിലധികം സേവനം നടത്തിയ ഒരു ഗവർണറെ മടക്കാൻ കൂട്ടാക്കുന്നില്ല. ഇപ്പോൾ കൂടുതൽ ആളുകൾ നമുക്ക് ഈ രാജ്ഭവനിലേക്ക് കയറി പോകുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് മനസ്സിലാക്കുന്നു. അതാരാണ് നമുക്ക് പേരറിയില്ല. പക്ഷേ എങ്കിൽ കൂടി ഉദ്യോഗസ്ഥർ വരുന്നു. പക്ഷേ ഒരൊറ്റ മന്ത്രിമാർ പോലും ഈവൻ ഗവർണർക്ക് ഒരു ആശംസ അറിയിച്ചെങ്കിലും ഒരു സമൂഹ മാധ്യമങ്ങളിലെങ്കിലും പോസ്റ്റ് ഇടുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെയും. അപ്പോൾ അത്രമാത്രം ഉടക്കിൽ നിൽക്കുകയായിരുന്നു ആ യുദ്ധം, ആ ശീതയുദ്ധം. അത് ആ തീവ്രതയിൽ ഉണ്ടായിരുന്ന കാര്യമാണ് എന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് യാത്ര പോകും. അവിടെ നിന്ന് 3:30 12 മണിക്ക് അവിടെ നിന്ന് വിമാനം, 3:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുകയാണ്. കേരളം വിടുമ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി മന്ത്രിമാർ അദ്ദേഹത്തെ പോയി കാണാൻ തയ്യാറാവുന്നില്ല. നമുക്കറിയാം ഈ കാലയളവ് സർക്കാർ ഗവർണർ ബന്ധം ഏത് രീതിയിലായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ആ കാലയളവിൽ ഒരു 10-30 ദിവസമെങ്കിലും സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ മാത്രം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധപർവം കഴിഞ്ഞാണ് ഗവർണറുടെ പോക്ക്. അതിനിടയിൽ പായസം കൊടുക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കൂടിയും പോകുന്ന വഴിയിൽ ഒന്ന് കണ്ട് യാത്ര പറയേണ്ടതില്ല എന്നാണ് സർക്കാരിൻ്റെ ഒഫീഷ്യൽ തീരുമാനമെന്നാണ് കരുതേണ്ടത്.